2026 SSC GDയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. 2025 ഡിസംബർ 1-ാം തീയതി ഇന്നാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഡിസംബർ 31 വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 2026 ജനുവരി 1-നാണ്. എക്സാം ഡേറ്റ് ടെൻറ്റേറ്റീവ് എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലായിരിക്കും. 2026 ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലായിരിക്കും ടെൻറ്റേറ്റീവ് എക്സാം നടക്കുന്നത്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത്, ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 25,487 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വേക്കൻസി വന്നിരിക്കുന്നത് CISFലാണ്. 14,595 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. മെയിൽ, ഫീമെയിൽ ഓരോ കാറ്റഗറിയിലുള്ള ടോട്ടൽ വേക്കൻസി ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പേ സ്കെയിൽ എന്ന് പറയുന്നത് 21,700 മുതൽ 69,100 വരെയാണ് പേ സ്കെയിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാറ്റഗറി ഏജ് എന്ന് പറയുന്നത് എത്രയാണ്? ഏജ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാവുന്ന ഡേറ്റ് എന്ന് പറയുന്നത്. SC ST വിഭാഗക്കാർക്ക് 5 വയസ്സും OBC വിഭാഗക്കാർക്ക് 3 വർഷം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് മാത്രമാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. എക്സാം സെൻറ്റേഴ്സ് വരുന്നത് ആലപ്പുഴ, എറണാകുളം, കൊല്ലം, കോട്ടയം, മലപ്പുറം, തിരുവനന്തപുരം, തൃശ്ശൂർ, കണ്ണൂർ ജില്ലകളിലേക്കാണ് എക്സാം സെൻറ്റേഴ്സ് വരുന്നത്. അതുപോലെ സിലബസിലേക്ക് വരുമ്പോൾ ജനറൽ ഇൻ്റലിജൻസ്, റീസണിങ് 20 ക്വസ്റ്റ്യൻസ് 40 മാർക്ക്, ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ് 20 ക്വസ്റ്റ്യൻസ് 40 മാർക്ക്, എലമെൻ്ററി മാത്തമാറ്റിക്സ് 20 ക്വസ്റ്റ്യൻസ് 40 മാർക്ക്, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി 20 ക്വസ്റ്റ്യൻസ് 40 മാർക്ക്. ടോട്ടൽ 60 മിനിറ്റിനുള്ള എക്സാമിൽ 80 ക്വസ്റ്റ്യൻസ് 160. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതം 160 മാർക്കായിരിക്കും മാക്സിമം മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. നോട്ടിഫിക്കേഷൻ അറിയിപ്പുകളെല്ലാം പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് VPK ലേണിങ്സ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും താങ്ക്